വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന ആസ്തെറ്റിക് ലൈഫ്സിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ കുറേ പേര് കമൻസിൽ ചോദിച്ച ഒരു കോഴ്സിനെ പറ്റി പറയാനാണ്. ഒരു 2 വർഷം മുന്നേ OT&AT ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് അതിനകത്തും ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട്. ആ കമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2026-27 ഈ വർഷത്തിൽ ഈ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ച ഒരുപാട് കുട്ടികളുണ്ട്. ഒരുപാട് പേരുടെ കമൻസ് ആണ്. പലരും ഈ കോഴ്സിനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ മുന്നേ കോഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോ കാണാത്തവർ കണ്ടു നോക്കാം. കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴ്സ് നല്ലൊരു കോഴ്സാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്കോപ്പ്, സാലറി ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ള രജിസ്ട്രേഷൻ നോക്കണം. രജിസ്ട്രേഷൻ നമുക്ക് DME വഴിയുള്ള രജിസ്ട്രേഷനും CME വഴിയുള്ള രജിസ്ട്രേഷനും ഉണ്ട്. DME എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ആ രജിസ്ട്രേഷൻ വഴിയുള്ള കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കോഴ്സ് ഓക്കെയാണ്. മാക്സിമം ഡിപ്ലോമ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് BSc തന്നെ ഈ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി CME എന്ന് പറയുന്നത് CMEന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. അത് പഠിച്ച ആളാണ് പറയൂ, അതിന്റെ എക്സ്പീരിയൻസ് പറയും. പിന്നെ അതിനാണ് വിളിച്ചിരുത്തിയിരിക്കുന്നത്. പറ. ആ സർട്ടിഫിക്കറ്റിന് ഒരു തരത്തിലും വാല്യൂ ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ്. കാരണം നമുക്കിപ്പോൾ വേറൊരിടത്ത് ജോബിന് ചെന്ന് കഴിഞ്ഞാലും അതിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്ന് മാറ്റിയൊക്കെ നിർത്തുകയൊക്കെ ചെയ്യും. പിന്നീടാണെങ്കിൽ നമുക്ക് അബ്രോഡൊന്നും പോകാൻ ഒട്ടും ചാൻസ് ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ CME സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. DME ബേസ് ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PSc എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ പണി കിട്ടിയ ഒരുപാട് കുട്ടികളുണ്ട്. സോഫിയുടെ തന്നെ ബാച്ചിൽ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം വേറെ കോഴ്സിലോട്ട് പോയവരുണ്ട്. ഇതുവരെ വേക്കൻസി ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ജോബിലോട്ട് കയറാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി പറയാൻ, കോഴ്സ് നല്ലൊരു കോഴ്സാണ്. പക്ഷേ വാക്കൻസി, സ്കോപ്പ് ഇതെല്ലാം വളരെ കുറവാണ്. പിന്നെ മുന്നേ എന്ന് പറയുമ്പോൾ UK റിക്രൂട്ട്മെന്റ് എല്ലാം ഓപ്പൺ ആയിരുന്നത് കൊണ്ട് തന്നെ ഇവിടെ ജോലി കിട്ടി 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർ GCC കൺട്രീസിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ GCC അവർ പിന്നീട് UKയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും GCCയിൽ വാക്കൻസി വരും. അങ്ങനെ ഉള്ളപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് GCCയിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടും സാധിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ UKയിലെ റിക്രൂട്ട്മെന്റ് നിർത്തി. അതുപോലെ GCC കൺട്രീസിലെ വേറെ കാര്യങ്ങൾ, അതുപോലെ അവിടെ ഇപ്പോൾ കോമ്പറ്റീഷനാണ്, വാക്കൻസീസ് കുറവാണ്. ഇപ്പോൾ എനിക്ക് തന്നെ 2.5 വർഷം എക്സ്പീരിയൻസ് ആയിട്ട് പോലും പുറത്തോട്ട് കയറി പോകാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക. മിക്ക പാരാമെഡിക്കൽ കോഴ്സ് എടുത്താലും നാട്ടിലെ സാലറി എന്ന് പറയുന്നത് ഒരു 20,000 എബോവ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 വർഷം അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് വേണം. സാലറിയും വളരെ കുറവാണ്. അത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ, ഈ ഒരു കോഴ്സ് നല്ലതാണ്, ഡെസിഗ്നേഷൻ നല്ലതാണ്, നമുക്കൊരു ജോബ് കിട്ടും എന്നുള്ളതും ഉറപ്പ് ഇപ്പം പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ വാക്കൻസി ഈ ഒരു ബേസിസിലാണ് പോകുന്നത് എന്നത് മനസ്സിലാക്കുക. മുന്നേ ഞാൻ ഈ കോഴ്സ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുള്ളതിലെല്ലാം പലരും വന്ന് നെഗറ്റീവായിട്ട് പലരും പറയുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്നതുകൊണ്ടാണ് സോഫിയയും കൂടെ ഞാൻ കൂട്ടിന് വിളിച്ചിരുത്തിയിരിക്കുന്നത്. CME ബേസ് ചെയ്ത് പഠിച്ച് ഇപ്പോൾ നാട്ടിലും അവർക്ക് സ്കോപ്പില്ല. ഇതിൻ്റെ BSc ഡിപ്ലോമയാണ് സോഫിയ എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ BSc എടുക്കണമെങ്കിൽ ഡിപ്ലോമ CME എടുത്തത് കൊണ്ടും BSc എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഡിപ്ലോമ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് BSc എടുക്കാൻ പറ്റും എന്നുള്ളത്. അതും ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള കുട്ടികൾക്ക് ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ട് 2 വർഷം മാത്രം പഠിച്ചുകൊണ്ട് BSc എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് തൊട്ട് തന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് BSc എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് 3 വർഷം നിങ്ങൾ ഫുള്ളായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറുവാണെങ്കിൽ അത് കഴിഞ്ഞ് 1 വർഷം തൊട്ട് 3 വർഷം വരെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കോളേജിൽ പോയി പഠിക്കാതെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് കറൻറ്റ്ലി OT&AT ടെക്നോളജി കോഴ്സിനെ പറ്റിയിട്ടുള്ള അവസ്ഥ. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിനുവേണ്ടി അഡ്മിഷൻ എടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി എടുക്കുന്ന കുട്ടികൾ ഡിപ്ലോമ എടുക്കാതിരിക്കുക. ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ BScക്കാണ് കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത്. നാട്ടിലായാൽ പോലും BSc ആണെന്നാണ് ചോദിക്കുന്നത്. മുന്നേ ഡിപ്ലോമയാണ് എല്ലാവർക്കും വേണ്ടിയിരുന്നത്. കാരണം പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിപ്ലോമക്കാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, BScക്കാർക്കാണ് കൂടുതലും സ്കോപ്പ് വരുന്നത്. എന്നിരുന്നാൽ പോലും വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമേ BSc
സിക്കാർക്കും കിട്ടുന്നുള്ളൂ എന്നതാണ്. മുന്നേ ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡിപ്ലോമക്കാരെയാണ്. കാരണം ഡിപ്ലോമക്കാരെന്ന് പറയുമ്പോൾ ക്ലാസ്സിലിരുന്നുള്ള പഠിത്തം മാത്രമല്ല, 3 മാസത്തെ ആദ്യത്തെ ഒരു ക്ലാസ്സിലിരുന്നുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫുൾ OTക്കകത്ത് അവർ വർക്കെല്ലാം കണ്ടുകൊണ്ട് വർക്ക് ചെയ്ത് പഠിക്കുന്നവർ, അതായത് പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികളായതുകൊണ്ടാണ് ഡിപ്ലോമക്കാർക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ BSCക്കാർക്കാണ് സ്കോപ്പ് വരുന്നത്. BSCക്കാർക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. മുന്നേ സത്യം പറഞ്ഞാൽ BSCക്കാർ പലരും തിയറി ക്ലാസ് എല്ലാം പഠിച്ച് OT പോലും കാണാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. മുന്നേ ഞാൻ വർക്ക് ചെയ്തിടത്തും അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. OTയെ കണ്ടിട്ടില്ല, പക്ഷെ BSc ആണ് ആൾ പഠിച്ചത്. അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് 1 വർഷം അവർക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, ആ സമയത്താണ് OT കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, BSCക്കാർക്ക് മുന്നേ തന്നെ OTയിൽ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് BSCക്കാർക്കും ഇപ്പോൾ അതിൻ്റെതായ രീതിയിൽ വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഡിപ്ലോമ എടുക്കുന്നവർ BSc ഡിസ്റ്റൻറ്റ് 2 വർഷം കൊണ്ട് എടുക്കാം എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഇനി അങ്ങോട്ട് ഡിസ്റ്റൻറ്റ് നമുക്ക് 3 വർഷം പഠിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതിനും നിങ്ങൾ ഈ ഡിപ്ലോമ പഠിക്കുമ്പോൾ കൊടുക്കുന്ന എമൗണ്ടിൽ കൂടുതൽ അവിടെയും കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള കുട്ടികൾ BSc തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനിയുള്ള കാലത്ത് BSc പഠിച്ചാലും എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. കാരണം എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ CMA പഠിച്ചിട്ട് BSc എടുത്തവരുണ്ട്. അവർക്ക് ഇപ്പോഴും ജോലിയൊന്നും ആയിട്ടില്ല. അതായത് 1 വർഷം 2 വർഷമായിട്ട് അവർ പഠിച്ചിറങ്ങിയിട്ട് പോലും അവർക്ക് ജോലി ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കാലത്ത് നമുക്കിനിയിപ്പോൾ വേക്കൻസീസ് ഒക്കെ ഭയങ്കര കുറവാണ്. കേരളത്തിൽ കിട്ടാനേ ഇല്ല. കാരണം ആയിരക്കണക്കിന് പിള്ളേരാണ് പഠിച്ചിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വേക്കൻസി ഒന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇപ്പോൾ വേറെ ജോലിക്കൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറേ പേരാണെങ്കിലും ഇത് ഡ്രോപ്പ് ചെയ്ത് ഈ കോഴ്സിനെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ കോഴ്സ് പഠിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയെങ്കിലും എടുക്കുന്നവരെയൊക്കെ സൂക്ഷിച്ചും കേട്ടൊക്കെ എടുക്കുക. ഞാൻ പഠിച്ചത് പുഷ്പഗിരി മെഡിക്കൽ കോളേജിലാണ്. പക്ഷേ അവിടെ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ CMA കോഴ്സ് ഉള്ളായിരുന്നു. അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ CMA കോഴ്സ് നിർത്തി. ഇപ്പം DMA കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനി ഇപ്പോഴത്തെ മിക്ക ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും CMA കോഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി അവിടെ കയറി പെടുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കുക. പിന്നെ ഈ 6 മാസത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളുണ്ട്. OT 6 മാസം കൊണ്ട് പഠിക്കാം, AT 6 മാസം കൊണ്ട് പഠിക്കാം. അങ്ങനെ പോയി പഠിക്കുന്നവരും ഉണ്ട്. അതൊന്നും വാല്യൂ ഉള്ളതല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നാട്ടിൽ എവിടെയെങ്കിലും കുറച്ച് ശമ്പളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിന് അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾക്കൊരു ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ അല്ലെങ്കിൽ എബ്രോഡ് പോകാനുള്ള ചാൻസോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. PSC എഴുതാൻ പറ്റില്ല. DMEക്കാർക്ക് മാത്രമേ PSC എഴുതാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ PSC എഴുതിയാലും നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. 4 ലക്ഷം പേര് എഴുതുന്നതിൽ 4 വേക്കൻസിയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതും 2 വട്ടം മാത്രമേ അനസ്തേഷ്യ PSC വന്നിട്ടുള്ളൂ. ഒന്ന് 10 വർഷം മുന്നേ, പിന്നെ ഒന്ന് 2-3 വർഷം മുന്നേ. അതിൽ ഒരു PSC ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 4 വേക്കൻസിക്ക് എന്തോ വേണ്ടിയിട്ടായിരുന്നു 4 ലക്ഷം ആൾക്കാർ ആ ഒരു എക്സാം എഴുതിയത് തന്നെ. ഇനിയിപ്പം CMA കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും പെട്ടെന്ന് BSc ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇത് നിർത്തലാക്കുക, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം എടുക്കൽ നിർത്തലാക്കുക. ഇനിയിപ്പോൾ എല്ലാവരും ഡയറക്റ്റ് പോയി പഠിക്കുന്നത് നടക്കുകയുള്ളൂ. കാരണം നേരത്തെ ആണെങ്കിലും CMAക്കാരാണെന്ന് പറഞ്ഞാലും ലാറ്ററൽ എൻട്രി ഉണ്ടായിരുന്നു. ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് കയറായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർത്തലാക്കി. ഇനിയിപ്പോൾ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഇതോടെ നിർത്തലാക്കുമെന്നാണ് ഇപ്പം ഞാൻ വിളിക്കുന്ന മിക്ക ഏജൻറ്റിലുള്ള ആൾക്കാരാണ് പറയുന്നത്. നിർത്തലാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് എടുക്കുന്നവർ ഇപ്പം എടുക്കാം. 3 ലക്ഷം അല്ലേ, 3-4 ലക്ഷം രൂപ. ഇപ്പോൾ കോഴ്സ് ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ ഒക്കെ ഏകദേശം ആവും. ഡിപ്ലോമ പഠിച്ച് മാനേജ്മെൻറ്റിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് തന്നെ ഇപ്പോൾ തന്നെ ഒരു 3-2 ലക്ഷം രൂപ ആവുന്നുണ്ട്. BSc അതിനേക്കാളും BSc തന്നെ ആദ്യമേ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കേരളത്തിൽ BSc ഉള്ള കോളേജസ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ LBSന്റെ ഇതിൽ 2 കോളേജസ് എന്തോ ആണ് വന്നത്. ഒന്ന് മലപ്പുറവും വേറൊരു കോളേജും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതും BSc അനസ്തേഷ്യ മാത്രം, OT ഇല്ലാതെ. ഇതിപ്പോൾ 2 കോഴ്സാണ്. നമുക്ക് AT ആയിട്ടും OT ആയിട്ടും എടുക്കാം. എന്നിട്ട് അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ടും നിൽക്കാം, OT ടെക്നീഷ്യനായിട്ടും നിൽക്കാം. ഇപ്പം നമുക്ക് ഒരിടത്ത് പോകുമ്പോൾ അനസ്തേഷ്യ മാത്രമാണെങ്കിൽ അനസ്തേഷ്യ മാത്രം നോക്കാം, OT മാത്രമാണെങ്കിൽ OT മാത്രം നോക്കാം. നമുക്ക് അങ്ങനെ ഒരു ഇത് DOT ATയിലുണ്ട്. ഇപ്പോൾ BSc നമ്മുടെ കേരളത്തിൽ വളരെ കുറവാണ്. 2 കോളേജിലേ ഉള്ളൂ. അത് രണ്ടും AT ടെക്നോളജി മാത്രമാണ്, അനസ്തേഷ്യ ടെക്നോളജി മാത്രമാണ്. ഈ കോഴ്സിനെ ഡീഗ്രേഡ് ചെയ്ത് പറയുന്നില്ല. ഈ കോഴ്സ് കൊള്ളില്ലെന്നോ ഇതിൻ്റെ സിലബസ് കൊള്ളില്ലെന്നോ ഒന്നും പറയുന്നില്ല.
ഇതിൻ്റെ സ്കോപ്പും സാലറി ഇപ്പോഴത്തെ സത്യാവസ്ഥ പറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോഴ്സ് പലരും ഇത് വർഷങ്ങളായിട്ട് ഒരു 10-15 വർഷമായിട്ട് ഈ കോഴ്സിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊന്നും ഡീഗ്രേഡ് ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വേക്കൻസി കിട്ടി വേറൊരിടത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും ചിലപ്പോൾ നടക്കില്ല. ഇപ്പോൾ അതുപോലെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ദയവേത് സാലറി നോക്കി കിട്ടുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യരുത്. എവിടെയെങ്കിലും ആദ്യമേ വിത്തൗട്ട് സാലറി ട്രെയിനി ആയിട്ടെങ്കിലും കയറുക. ട്രെയിനി ആയിട്ട് കയറിയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓൾറെഡി ഡിപ്ലോമക്കാരാണെങ്കിൽ ഓൾറെഡി പ്രാക്ടിക്കലി അറിയായിരിക്കും. BSc-കാരാണെങ്കിലും ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ സാലറിക്ക് വേണ്ടിയിട്ടുള്ള വേറെ വേക്കൻസീസ് നോക്കുക. അല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നതിന് ശേഷം വിത്ത് സാലറി ഒരിടത്ത് കയറാമെന്ന് വിചാരിച്ച് നടന്നാൽ ഇപ്പോൾ വേക്കൻസി വളരെ കുറവാണ്, കിട്ടാൻ വലിയ പാടാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഒരു 8 മാസം ഞാൻ വീട്ടിലിരുന്നു. അതിന് ശേഷമാണ് എനിക്ക് തന്നെ ജോബ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ട്രെയിനി ആയിട്ട് വിത്തൗട്ട് സാലറി ഒക്കെ നിന്നതിന് ശേഷം ആ ഒരു സമയത്ത് വേക്കൻസി വരുമ്പോൾ നമുക്ക് CV കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിൽ വർക്കിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുക. പലരും കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി വേക്കൻസി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേക്കൻസി ഉണ്ടെങ്കിൽ അത് ഞാൻ പോസ്റ്റ് വഴി ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇതായിരിക്കും. ഇതൊരു OT ആണ്, ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. അതായത് നമ്മുടെ മെഷീൻ ഇതാണ്, അനസ്തേഷ്യ മെഷീൻ. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളായിരിക്കണം പഠിക്കേണ്ടത്. ചില ഡോക്ടേഴ്സ് ചെയ്യും, ബാക്കി ചില ഡോക്ടേഴ്സ് നമ്മളെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. അതൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓരോ ഹോസ്പിറ്റൽ ബേസ് ചെയ്തിരിക്കും. പല ടൈപ്പ് ഓഫ് അനസ്തേഷ്യ മെഷീൻസ് ഉണ്ട്. ഇത് BPLൻ്റെ F-Flow 67 എന്ന് പറഞ്ഞിട്ടാണ്. നമുക്കിവിടെ തന്നെ 4 ടൈപ്പ് ഓഫ് അനസ്തേഷ്യ മെഷീൻസ് ഉണ്ട്, 4 കമ്പനിയുടേതായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഉള്ളത് ഏത് കമ്പനിയുടെ അനസ്തേഷ്യ മെഷീനാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഏതെങ്കിലും കോളേജിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.